വിവിധ തരത്തില് പല ദിക്കുകളിലും നിസ്വാർത്ഥമായിട്ട് വ്രതങ്ങളായിട്ടും ക്ഷേത്രാടനങ്ങളായിട്ടും തീർത്ഥാടനങ്ങളായിട്ടും സത്സംഗങ്ങളായിട്ടും ഒക്കെ ധാരാളം ഭക്തന്മാര് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മം പോരാ, നിഷ്കാമമായിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വര തത്വത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മഹാബ്രാഹ്മണരുടെ സൽക്കർമ്മം എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് യുഗങ്ങളോളം തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാരുടെ മഹാകാരുണ്യം, ഈ സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് നമുക്കിന്ന് ഈ കലികാലത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിച്ച് കൂടുവാനും പോരാ ഭഗവാന്റെ ആ കീർത്തനങ്ങൾ ചൊല്ലുവാനും ഈശ്വര വിചാരം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നു എങ്കിൽ അവിടെയൊക്കെ ആ തൃപാദങ്ങളില് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഇതാ ഇന്നത്തെ ഈ ഒരു പുണ്യ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു ദിനം. 2011 ഓഗസ്റ്റ് 2-ാം തീയതി ആയിരുന്നു ഗുരുനാഥന്റെ സമാധി. 15 വർഷം ഇപ്പോ പിന്നിട്ട് പോയിരിക്കുന്നു. ആ നമ്മളിന്ന് കാഴ്ചയുള്ള ശരീരം മാത്രം, ബാക്കി ഒക്കെ പൂർണ്ണമായിട്ടും എല്ലാ ഭക്തഹൃദയങ്ങളിലും എങ്ങനെയാണോ ഭക്തി ദേവി ഭക്തന്മാരുടെ ഹൃദയത്തിൽ ശോഭിക്കുന്നത്, അതേപോലെ ആ ചൈതന്യം സകല ഭക്തന്മാരുടെയും ഉള്ളിൽ ഇന്നും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗവതഹംസം ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി. യഥാർത്ഥത്തില് ഈയൊരു 2011 ഞാനൊരു ഭാഗവതം വായിക്കാനായിട്ട് പുറപ്പെടുന്നത്. വായിക്കുന്നത് തന്നെ ആചാര്യനായിട്ടാണ് വായിക്കുന്നത് തന്നെ. പഠിക്കാതെ തന്നെ ആചാര്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ. സത്യത്തിൽ വായിക്കാൻ പോലും പഠിക്കാതെ ആചാര്യനാകുക. കാരണം അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ച് വന്ന പുലയില് അമ്പലപ്പുഴയില് കർക്കിടക മാസത്തില് പാരായണം, സപ്താഹത്തിന്റെ സമയം. അപ്പൊ അതിന് പോകാൻ ആളില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായിട്ടുള്ള പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചിട്ടയില് നടത്താൻ വേറെ അറിയാവുന്നവരാരും അങ്ങനെ ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഇങ്ങനെ മനു ആ അമ്പലപ്പുഴയിലെ വായന ഒന്ന് നടത്തണം, എങ്ങനെയാ വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഭാഗവതം. കാരണം അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഉപദേശം മേടിക്കുന്ന ഉപദേശം തന്നെ ഇങ്ങോട്ട് തന്നതാണ് സത്യത്തില്. അപ്പം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിച്ചു. ഒരിക്കല് ഒരു 3-4 വർഷം മുമ്പായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്കും കൂടെ ഭാഗവതം വായിച്ചാൽ കൊള്ളാം. അന്നിങ്ങനെ അദ്ദേഹത്തിന്റെ മഹത്വം ഇതൊന്നും നമുക്ക് അറിയില്ല, വിവരവും ഇല്ലാതെ ഇങ്ങനെ സാധാരണ അച്ഛനോടൊക്കെ ഇങ്ങനെ തമാശ പറയുന്നില്ല. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്കും വായിക്കണം ഭാഗവതം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എളുപ്പമല്ല, കുറച്ചൊക്കെ സംസ്കൃതവുമായിട്ടൊരു ബന്ധം വേണം എന്നൊക്കെ പറഞ്ഞപ്പം അന്ന് അടച്ചുവോടെ. പിന്നെ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുമില്ല. എനിക്ക് പറ്റിയത് ജോലി അല്ല എന്ന് ഞാൻ തീരുമാനിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം തിരുവനന്തപുരത്ത് ഒരു വായന കഴിഞ്ഞ്, ആറ്റുകാല് ഭഗവതി ക്ഷേത്രത്തിലാണോ സംശയമുണ്ട്, അവിടുത്തെ വായന കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ പരമേശ്വരനോട് പറഞ്ഞു, എന്നാ മനുവിന് നാളെ ആവാമെന്ന് പറഞ്ഞു. എന്താണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോഴും. എന്നാ മനുവിന് നാളെ ആവാമെന്ന് പറയുന്നുണ്ട്. അവസാനം ഇങ്ങനെ പരമേശ്വരനോട് ചോദിച്ചു, പറഞ്ഞ അങ്ങേക്ക് മനുവിന് ഉപദേശം തരാനാണ് എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പിന്നെയാണ് വേഗം തന്നെ അവിടുന്ന് തന്നെ ദിവാകരനോടൊരു ഡബിളും 3 വെറ്റില അടയ്ക്കുകയും 101 രൂപയും മേടിച്ച് കരുതിയിരുന്നു. അങ്ങനെ അന്ന് ഇങ്ങോട്ട് പറയുമായിരുന്നു. എന്നിട്ട് പറയുകയും ചെയ്തു, ചതുശ്ലോകിയാണ് ഉപദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വായിക്കണം, തെറ്റാതെ വായിക്കണം, പഠിച്ച് വായിക്കണം, വിശദീകരിച്ച് മനസ്സിലാക്കി വായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തായി, പിന്നെ നമുക്ക് ഇതൊരു നിധിയായിട്ട് ഞാൻ സ്വീകരിച്ചു എന്നുള്ള, അല്ലാതെ പിന്നെ വായിക്കാൻ ഒട്ടും പിന്നെ എനിക്ക് സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞൊരു 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വായിക്കണം എന്നൊരു തോന്നൽ വന്നത്. കാരണം ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ അമ്പലപ്പുഴയ്ക്ക് പോയി അവിടെ ഒരു 30 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു അധ്യായം വായിക്കും. കാരണം തെറ്റി വായിക്കണം, ഒരധ്യായം വായിച്ചു കൊടുത്താൽ മതി. ബാക്കി ഈ ചടങ്ങിന് ആചാര്യൻ എന്നുള്ള രീതിയിൽ ഒരധ്യായം വായിച്ചിട്ട് ബാക്കി വന്ന് വായിച്ചത് ശ്രീകാന്ത് ശർമ്മ, പറളി ശ്രീകാന്ത് ശർമ്മയായിരുന്നു. അപ്പം ആ ഒരു വേദിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ആചാര്യ സ്ഥാനം എന്നുള്ള, അല്ലെങ്കിൽ പോലും ഭാഗവതമായിട്ടൊരു ബന്ധത്തിലേക്ക് ഇറങ്ങാൻ ഒരു കാരണം
അദ്ദേഹത്തിന്റെ ഈ ഒരു മരണശേഷമാണ് യഥാർത്ഥത്തിൽ. അതിനുമുമ്പ് ഒരാവർത്തി അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് വായിച്ചെങ്കിൽ പോലും എന്തായാലും ആ ഒരു പുണ്യ ആത്മാവിന്റെ കൂടെ കുറച്ചു കാലം പോയതിൻ്റെ ഒരു സുഖമാണ് സത്യത്തിൽ ഭാഗവതത്തെ നമുക്ക് കാണാനും അറിയപ്പെടാനും ഒക്കെ സാധിച്ചത് എന്ന് പറയാണ്. എന്തായാലും ആ പാദങ്ങളെ എന്നും നമ്മൾ ആശ്രയിക്കുന്നു. ആ ആശ്രയം മാത്രമാണ് ശരിക്കും. അപ്പൊ നമുക്കും ഈ ഒരു ദിനത്തില് നമുക്ക് നമ്മുടെ ശ്രാദ്ധ ദിനം കഴിഞ്ഞെങ്കിൽ പോലും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഡേറ്റ് എടുക്കുന്നത് കൊണ്ട് ഈ ഓഗസ്റ്റ് 2 എന്നുള്ളൊരു ദിനം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹം ഈ ലോകത്തിന് കൊടുത്തിട്ടുള്ള ആ ഭാഗവത പ്രചാരണങ്ങളും ഒക്കെ വിലയിരുത്താനും ആ പാദപത്മങ്ങളിൽ നമസ്കരിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. തീർച്ചയായിട്ടും അദ്ദേഹം ഇത് തന്നെയായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ ഇപ്പൊ എത്രയോ പിന്നിട്ട് കഴിഞ്ഞു ഭാഗവതത്തിന്റെ പ്രചാരണം കഴിഞ്ഞിട്ട്. അന്നൊന്നും പ്രചാരണം ആയിട്ട് തന്നെ ഇല്ല. അന്ന് മലയാളത്തിലേക്ക് പോലും പുസ്തകം വന്നു തുടങ്ങിയിട്ടില്ല ശരിക്കും. അന്ന് അദ്ദേഹം ക്ഷേത്രങ്ങളല്ലാതെ ഇല്ലങ്ങളിൽ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഭാഗവതം ചുമന്നുകൊണ്ട് പോയി അവിടെ ചെന്ന് ഈ ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഓരോ ഇല്ലങ്ങളിൽ ചെന്ന്. എത്രയോ ഇല്ലങ്ങളിൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കപ്പെടുന്നതായിട്ടുള്ള ഈ ഭാഗവത സത്രം എന്നുള്ളൊരു ആശയം തന്നെ വരാൻ കാരണം ഗുരുനാഥനാണ്. ഗുരുനാഥൻ തന്നെയല്ല, ഗുരുനാഥൻ അവിടെ അടുത്ത് ഇല്ലത്തുള്ള ആ കുറിച്ചിത്താനത്ത് മഠം, അങ്ങനെ പിന്നെ മാടശ്ശേരി, ഇങ്ങനെ 3 ഇല്ലങ്ങൾ 3 പേര് കൂടി ഇരുന്ന് അവര് എങ്ങനെയാണ് ദിവസവും അഖണ്ഡ നാമജപമാണ് തുടങ്ങിയത് ശരിക്കും. ദിവസവും എങ്ങനെയാ അഖണ്ഡനാമജപം എന്നാൽ രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ. എവിടെയെങ്കിലും ഒക്കെ പുറന്നാളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവരങ്ങോട്ട് പോകും. അവിടെ ചെന്ന് കൂടി കഴിഞ്ഞാൽ മാടശ്ശേരിയും മള്ളിയൂർ അദ്ദേഹവും ഒക്കെ കൂടി നാമം ജപം ഹരേ രാമ അല്ലെങ്കിൽ നാരായണൻ നാമം ജപിച്ച് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നീട് എന്തായി, പിന്നീട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ ഭാഗവതത്തിന്റെ ചർച്ചകളായി അവിടെ. അങ്ങനെ ഈ ഒരു ചർച്ചാവിശേഷമായിട്ട് 3 പേര് കൂടി തീരുമാനിച്ചതാണ് ഇന്ന് അഖില ലോക പ്രശസ്തമായിട്ടുള്ള ഈ മഹാഭാഗവത സത്രം. ആ സത്രത്തിന് ഒരു നാമ്പിട്ട ആണ് ശരിക്ക് അദ്ദേഹം. അപ്പൊ എന്തായാലും ശരിക്ക് ഉള്ളിലെ അന്ന് ദുർഭഗോ ലോകോയം എന്ന് ദുർഭഗോ ജനലോകോയം എന്ന് വേദവ്യാസ മഹർഷി ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ മഹാത്മാക്കളുടെ ഒക്കെ ചിന്ത. അപ്പൊ ഇതൊക്കെ എല്ലായിടത്തേക്കും എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ ഭക്തന്മാരുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഇതില് ഈ ഒരു നിധി തനിക്ക് തന്നെ സ്വാർത്ഥമായിട്ട് അനുഭവിക്കാനല്ല എന്നുള്ളത് വെച്ചുകൊണ്ടാണ് സത്യത്തിൽ അന്ന് ഇത്രയും സൗകര്യങ്ങൾ പോലും ഇല്ലാതെ. ഇനി ഒന്നും കൂടി പറയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അധികം വായനകളൊന്നുമില്ല. 1ഓ 2ഓ വായനകളൊക്കെ വല്ല ക്ഷേത്രങ്ങളിൽ, അമ്പലപ്പുഴയിലും ഗുരുവായൂരും കുമാരനെല്ലൂരും പൂർണ്ണമായിട്ടുമുണ്ട്, നിർബന്ധമായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സേവനമാണ്, അല്ലാതെ അവിടുത്തെ പൈസ മേടിച്ചിട്ടുള്ള വായനയല്ല. അപ്പൊ പോകുമ്പോ എന്തായി, ഈ 7 ദിവസത്തേക്കുള്ള വസ്ത്രം കാര്യങ്ങളെല്ലാം ആയിട്ടാണ് പോയി അവിടെ ചെന്ന് ആ ഉപാസന ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉപാസന ചെയ്ത് ഒരു അതിന്റെ ഇതിലാണ് യഥാർത്ഥത്തിൽ ഈ സത്രം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഭാഗവത സത്രത്തിന്റെ താല്പര്യം എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം, ഇല്ലേ? ഭാഗവത സത്രം എന്നുള്ള ഒരു ആ കൺസെപ്റ്റ് കൊണ്ടുവന്നതിന്റെ താല്പര്യം എത്ര കണ്ട് ഉദാത്തമായിട്ടുള്ള ഒരു ഭാവമായിരുന്നു ശരിക്ക്. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇപ്പൊ പറയുന്നത് ശരിയാണെങ്കിൽ പോലും ശരിയാണോ എന്നറിയില്ല. ഭാഗവത സത്രത്തിന്റെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ ഇനി 17-18 ചെയ്യുന്നത്. അവിടെ 12,500 രൂപ വാടക എന്ന് പറയുമ്പോ എത്ര മാറിപ്പോയി എന്ന് ആലോചിച്ച് നോക്കൂ. ആ പേര് അതിന് യോജിച്ചതാണോ ശരിക്ക് എന്ന് ആലോചിച്ച് നോക്കുക നമ്മള്, അല്ലെ? ജനങ്ങളിലെ നിസ്വാർത്ഥമായിട്ട് സേവിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എന്താണ് ഭക്തന്മാര് കൂടി ആലോചിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ ഒരു പേരാണ് സത്രം. സജ്ജനങ്ങൾ കൂടുന്ന സ്ഥലമാണ് സത്രം എന്ന് പറയുന്ന ആ വാക്കിനെ പോലും എന്താണ് ആ വാക്കിനെ പോലും നിന്ദിക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ആ വാക്കിനെ വേണ്ട പോലെ ഗൗരവം കൊടുക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എടുത്തിട്ടതുകൊണ്ടാണ് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ വേണ്ടത്? ഇല്ലെങ്കിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള രീതിയിൽ ഭക്തന്മാരെ അക്രൂരൻ കാശിയിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ
ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങളെ കൂടുതൽ കൂടുതൽ ചെയ്തു കൊടുത്ത് പൈസ വേണ്ടാന്നൊന്നുമല്ല, പക്ഷെ ഒരു മിനിമം മറ്റുള്ളവരിൽ നിന്ന് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ സത്രത്തിനുള്ള പേരിനൊരു യോഗ്യതയുണ്ട്. അല്ലെങ്കിൽ എന്ത് യോഗ്യതയുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പൊ ശരിക്ക് നേരെ വിപരീതമാകുകയാണ് അവിടെ. അപ്പൊ നമ്മള് ആ ഒരു രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. അതിന്റെ ആ എന്തായിരുന്നു പണ്ടുണ്ടായിരുന്ന ആചാര്യന്മാരുടെ ഒക്കെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ഭാഗവതത്തെ പ്രചരിപ്പിക്കണം എന്നൊരു മോഹമുണ്ടായിരുന്നു ശരിക്കും. എന്തായാലും നമുക്ക് ആ മഹാത്മാക്കളെ ഒക്കെ കാണാൻ സാധിച്ചവരുടെ ഭാഗ്യം, പിന്നെയോ കൂടെ പോകാൻ പറ്റിയ അതിൽ ഭാഗ്യം പോരാ, അദ്ദേഹത്തെ കുറിച്ചൊന്ന് ഓർക്കാൻ സാധിച്ചാൽ തന്നെ, ഓർക്കുമ്പോൾ എങ്ങനെയാ ഓർക്കേണ്ടത്, അദ്ദേഹം ചെയ്തതായിട്ടുള്ള ലോകത്തിന് ചെയ്തതായിട്ടുള്ള ഈ അല്ല അതാണ് ഈ തിതിക്ഷ എന്ന് പറയുന്നത്. ഇതാണ് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിത എന്ന് പറയല്ലേ. എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സ്വന്തം ദുഃഖങ്ങൾ പോലും മറന്ന് ഭാഗവതത്തെ സേവിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച മഹാത്മാവ്. അത് പറയാതിരിക്കാൻ പറ്റില്ല ശരിക്കും. കാരണം പണ്ട് മള്ളിയൂർ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കും. ഞങ്ങളൊക്കെ പണ്ട് പോകുമ്പം ഉച്ചയ്ക്കൊക്കെ ശരിക്ക് കപ്പ കഞ്ഞി ആണ് മിക്കവാറും. കാരണം പറമ്പില് ഒളശമൂസ് കപ്പ ധാരാളം നട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പം ആ കപ്പയുണ്ടാകും, കുറച്ച് കഞ്ഞിയും ഉണ്ടാകും. ഇങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ മള്ളിയൂര്. അത് കണ്ടിട്ടുള്ളവർക്ക് ആ അനുഭവം മനസ്സിലാക്കും ശരിക്കും. അപ്പം ഒരു കറകളഞ്ഞ ഭാഗവതത്തെ സേവിച്ച ഒരു മഹാത്മാവ് നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ശരിക്കും. അപ്പം അദ്ദേഹത്തിന്റെ ആ ജീവിതചര്യയെയും അദ്ദേഹത്തിന്റെ ആ താത്വികമായിട്ടുള്ള ദർശനങ്ങളെയും നമുക്കിന്ന് ഓർക്കാനും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത് നമുക്ക് പകർത്താൻ സാധിക്കുമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പതിവ് പോലെ ഈ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എന്ത് ഉപാസനകളായിക്കോട്ടെ, സത്സംഗങ്ങളായിക്കോട്ടെ, അതൊക്കെ എന്താണ് ലോകത്തിന്റെ നന്മയ്ക്കാവണം. ലോകത്തിലെ എല്ലാ അമംഗളങ്ങളെയും തീർക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെ, ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങള്, അച്ഛനമ്മമാരിലുണ്ടാകുന്ന ദുഃഖങ്ങള്, ഗുരുശിഷ്യന്മാരിലുണ്ടാകുന്ന ദുഃഖങ്ങള്, ഇങ്ങനെ പ്രകൃതിയില്, അല്ലെ, സസ്യങ്ങള്, ജീവികള് ഒക്കെ എല്ലാവരും ഇന്നിപ്പോ നമ്മൾ ഇന്നത്തെ ദിവസവും 2 ദിവസമായിട്ട് ഇപ്പൊ പ്രളയത്തിന്റെ ഒരു കെടുതിയിലാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് നമ്മളുടെ എല്ലാവരും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അതിനൊക്കെ ഒരു പരിഹാരം ആവണം നമ്മളുടെ ഈ ഒരു പ്രാർത്ഥന. ഒരിക്കലും നമ്മളുടെ കിട്ടിയതായിട്ടുള്ള ഐശ്വര്യങ്ങളിൽ അഹങ്കരിക്കാനോ ഒന്നും നമ്മുടെ മനസ്സ് തോന്നരുത് ശരിക്കും. പിന്നെന്താണ്, നമുക്ക് ഇത്രയൊക്കെ ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എത്രയോ പേര് വേദനിക്കുന്നു. ആ വേദനിക്കുന്ന കൈകളെ ഒന്ന് നമുക്ക് മുറുക്കെ പിടിച്ച് എൻ്റെ കൂടെ വരൂ എന്നുള്ള രീതിയിലൊന്ന് പിടിച്ചു കയറ്റാനുള്ള ഒരു മനോഭാവം നമുക്കൊക്കെ എല്ലാവർക്കും വേണം. നമുക്ക് ആ ഒരു ആർദ്രഭാവത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ആ ജ്വരസ്തുതി ചൊല്ലി ആ ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം മാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാവികാര തത്സംഘാതോ ബീജരോഗ പ്രവാഹസ്ത്വന്മായേഷ തന്നിഷേധം പ്രപദ്യേ നാനാഭാവേ സാധൂം ലോകസേതോൻ ബിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മേ തത്തേ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേഷദാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിപൂലം നോസേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോസേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോസേവേരൻ യാവദാശാനുബദ്ധാഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.